ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയണമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരോ ഒരാൾക്ക് എന്തോ ഒരു കഠിനമായ അസുഖമുണ്ട്. ആ അസുഖത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാമെന്ന് ഞാൻ തിരിച്ചും പറഞ്ഞു. അങ്ങനെ ആ, ഈ ഈ സഹോദരന് വേണ്ടി അല്ലെങ്കിൽ ഈ അസുഖമുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിനകത്തേക്ക് വന്നത് ഒരു ആമ ആമയില്ലേ, ആ ആമയുടെ ഒരു ചിത്രമാണ്. സാധാരണ നമ്മൾ ഈ ധ്യാനത്തിനൊക്കെ പോയാൽ കൗൺസിലിങ്ങിനും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഇതുപോലെ പ്രാർത്ഥനാ സഹായമൊക്കെ പറയും, അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ആമയെ കണ്ടു അല്ലെങ്കിൽ ഒട്ടകത്തെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് എന്താണ് ഈ ആളുകൾ ശുശ്രൂഷകരൊക്കെ പറഞ്ഞു തരാറുള്ളത്? ഈ ആമയുമായിട്ട് എന്താണ് ബന്ധം? അല്ലെങ്കിൽ ആ ആമയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഈ ആമയെ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് ഈ അസുഖം വന്നിരിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായേക്കാം. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഞാനത് ഈശോയോട് ചോദിച്ചു, ദൈവമേ, ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആമയുടെ ചിത്രമാണ് മനസ്സിൽ തെളിഞ്ഞത്. ഇതെന്തുകൊണ്ടാണ് ഈ ആമയെ കാണിച്ചു തന്നത്? അല്ലെങ്കിൽ ആമയെ കാണിച്ചു തന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? അപ്പോൾ അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ മനസ്സിലേക്ക് വന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ആമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത ഇതാണ്: ആമ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ ഓടുന്ന വേഗതയിൽ ഓടാൻ അല്ലെങ്കിൽ ചലിക്കാനായിട്ട് ഈ ആമയ്ക്ക് സാധിക്കില്ല. നമുക്കറിയാം അത്, അല്ലേ? അതുപോലെയാണ് ഈ സഹോദരൻ പറഞ്ഞ വ്യക്തിയുടെ അസുഖവും. സാവധാനമേ ഈ അസുഖം മാറത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ സഹോദരൻ പ്രതീക്ഷിച്ചതുപോലെ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ സൗഖ്യം കിട്ടി അല്ലെങ്കിൽ സൗഖ്യം കിട്ടും. ഇതാണ് പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ ഒരു ധാരണ. എന്നാൽ ദൈവം പറയുന്നു, ചില കാര്യങ്ങളിൽ ഈ ആമയുടെ വേഗത പോലെയാണ് കാര്യങ്ങൾ. അത് സാവധാനമേ മാറും. ഇത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ചില സങ്കടങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാവധാനമേ മാറൂ. എന്തുകൊണ്ട് അങ്ങനെ സാവധാനത്തിൽ? അതങ്ങനെയാണ് ദൈവം സംവിധാനം ചെയ്തു വച്ചിരിക്കുന്നത്. നമുക്കതിനകത്ത് വേറെ എതിർക്കാനുള്ള ന്യായങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എല്ലാ അസുഖവും എല്ലാ പ്രശ്നങ്ങളും ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറാനുള്ളതല്ല. അങ്ങനെ മാറ്റാൻ കഴിവുള്ളവനാണ് ദൈവം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അല്പം ക്ഷമയും സാവകാശവും ഒക്കെ നമ്മൾ കാണിക്കണം. അത് നമ്മെ സഹായിക്കുന്നൊരു വചനമാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനം. വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. ഈ ആമയുടെ പ്രത്യേകത അതാണ്. ആമയ്ക്ക് ഒരുപാട് തിടുക്കത്തിൽ, ഒരുപാട് വേഗത്തിൽ ഓടാനായിട്ട് കഴിയില്ല. ഈ ആമയെ ദർശനം കാണിച്ചു തന്നതിലൂടെ ദൈവം വ്യക്തമാക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലായ്പ്പോഴും വളരെ വേഗത്തിൽ മാറാൻ ഉള്ളതല്ല. അത് സാവധാനമേ മാറൂ. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഏശയ്യാ 52:12 പിന്നെയും വചനം പറയുന്നു, നിങ്ങളുടെ മുൻപിൽ ദൈവം ഉണ്ടായിരിക്കും, നിങ്ങളുടെ പുറകിൽ ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും കാവൽക്കാരൻ. എന്താ അർത്ഥം? നമ്മുടെ പുറകിലും നമ്മുടെ മുന്നിലും നമുക്ക് ദൈവം കാവലായിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമതൊരു പ്രത്യേകത, ഈ ആമയ്ക്ക് ഒരു
തൊണ്ടുണ്ട്, ഒരു ആവരണമുണ്ട് അല്ലേ? മറ്റ് മൃഗങ്ങളെക്കാളും അല്ലെങ്കിൽ പക്ഷികളെക്കാളും വ്യത്യാസമായിട്ട് ആമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആമയ്ക്ക് ഒരു തൊണ്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ തൊണ്ട് എന്താണ് ആമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമായിട്ട് ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിയേക്കാം. എന്നാൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ആമയുടെ പുറന്തോട് അത് ആമയുടെ സംരക്ഷണത്തിന് ദൈവം സംവിധാനം ചെയ്തിട്ടുള്ളതാണെന്ന്. ഏതെങ്കിലും ഒരു ശത്രു ഈ ആമയെ ആക്രമിക്കാൻ വരുമ്പോൾ ആമയ്ക്ക് അതിൻ്റെ തലയും മറ്റേ കൈകളും കാലും ഒക്കെ ഈ തോടിനുള്ളിലേക്ക് പിൻവലിക്കാനായിട്ട് ഉൾവലിയാനായിട്ടുള്ളൊരു ശേഷിയുണ്ട്. ഈ ആമ തൊണ്ടിനുള്ളിൽ ആയാൽ അതിനെ ആക്രമിക്കാൻ മറ്റ് മൃഗങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. ചുരുക്കത്തിൽ ഈ ആമയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ പുറന്തോട് സഹായിക്കുന്നു എന്നുള്ളതാണ്. കണ്ടു നിൽക്കുന്ന പലർക്കും നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഒരു ഭാരമായിട്ട് തോന്നിയേക്കാം. ഈ കടബാധ്യത, ഈ രോഗപീഠ, ഈ അസ്വസ്ഥതകൾ ജീവിതകാലം മുഴുവൻ ചുമക്കാനുള്ള ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം അത് നമുക്ക് സംരക്ഷണമായിട്ട് നൽകിയിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. നിന്നെ അലട്ടുന്ന ഈ രോഗപീഠയാണ്, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേദനകളാണ് നിന്നെ പാപത്തിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായകമാകുന്നത്. ആമയ്ക്ക് ആമത്തൊണ്ട് ശത്രുവിൽ നിന്നുള്ള സംരക്ഷണ കവചമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളും ഈ സങ്കടങ്ങളും ഈ ദുഃഖങ്ങളും ഈ ദുരിതങ്ങളും സുഖലോലുപതയിൽ പെട്ടു പോകാതിരിക്കാനുള്ള, പാപസാഹചര്യങ്ങളിൽ നിന്ന് അകന്നിരിക്കാനുള്ള ഒരു സംരക്ഷണ കവചമായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ ആമയുടെ പ്രത്യേകത, അതിനു മുമ്പിൽ ഒരു ഇരയെ കണ്ടാൽ, ആമയുടെ വിശപ്പ് അടക്കാനായിട്ടുള്ള ഒരു ഇരയെ കണ്ടെത്തിയാൽ ആ തക്ക സമയത്ത് ആമ ഈ തല ഈ തോടിനുള്ളിൽ നിന്ന്, ഈ ആമ തൊണ്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചലിപ്പിക്കുകയും അതിന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. തക്ക സമയത്ത് ഉൾവലിയാനും തക്ക സമയത്ത് കുതിച്ചു മുന്നേറാനും ആമയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ആമത്തൊണ്ട് ആമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമല്ല, അതിനൊരു ആവരണമാണ്, സംരക്ഷണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു ഭാരമാകാതിരിക്കട്ടെ, നിരാശയിലേക്ക് പോകാതിരിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ട് ഈ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കട്ടെ. ഏശയ്യ 52:12 പറഞ്ഞതുപോലെ നമ്മൾ തിടുക്കം കൂട്ടേണ്ട, ദൈവത്തിൻ്റെ സമയത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊള്ളും എന്ന് വിശ്വസിക്കാൻ സാധിക്കട്ടെ. ഈ പ്രശ്നങ്ങൾ, ഈ സങ്കടങ്ങൾ എനിക്ക് നിനക്ക് ഒരു ഭാരമാകാതിരിക്കട്ടെ. അത് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായി അത് നമ്മിൽ നിലനിൽക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.